ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിതാ പനമരം പോവുകയാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിക്കരുത്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് അവൾ പറഞ്ഞു തൂക്കുപാലത്ത് പോകാമെന്ന്. ഞങ്ങളിതുവരെ പോയിട്ടില്ല. പനമരമാണ് തൂക്കുപാലം വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അച്ഛൻ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കി ഞങ്ങളെ കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ കുറേ ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുറേ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ അവിടെ പോയി ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ കുറേ കുശലങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളിതാ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ ഇടങ്ങാറാക്കുന്നുണ്ട് കേട്ടോ. മക്കളെ പോവാ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ എന്താ ഞാൻ എന്തെങ്കിലുമൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കാര്യങ്ങൾ ചരിത്ര പുരാണങ്ങളൊക്കെ വിവരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഴ പെയ്താലാണ് കേട്ടോ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഫുള്ള് അടഞ്ഞു വരിക. പാലത്തിലൂടെ നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല കുലുക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചച്ഛനെ പനമരത്ത് തന്നെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന പ്ലാൻ ഞങ്ങളങ്ങോട്ട് മാറ്റി. ഞങ്ങൾ വിചാരിച്ചു ബത്തേരി പോവാം, എന്തായാലും ഫ്രീ ടിക്കറ്റ് അല്ലേ. സോ ഞങ്ങൾ ആദ്യമായിട്ട് പ്രിയദർശിനി KSRTC ബസ്സിൽ ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് 0 ടിക്കറ്റ്. ഞങ്ങൾ ആദ്യം ഡൗട്ട് അടിച്ച് ഞങ്ങൾക്ക് പിന്നെ ടിക്കറ്റ് വേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചൊക്കെ ഇരുന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല. കുറേ ദൂരമുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ബോറേ അടിച്ചിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഞങ്ങളിത് കുറേ കാര്യങ്ങളും എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു മടുത്ത്. അങ്ങനെ ഞങ്ങൾ ബത്തേരി എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ബത്തേരി എത്തി. ഞങ്ങൾ പോയത് സീക്രട്ട് പ്ലാനറ്റിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് പൊന്നൂസ് വേഗം ഞങ്ങൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. പൊന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ചേച്ചി വന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങളടുത്ത് ഒരു 5 പൈസ ഇല്ലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒപ്പിച്ച് ഞങ്ങൾ കോഫി വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ലൂഡോ കളിക്കുകയാണ്. അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോഫി എത്തി. അപ്പോൾ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നുന്ന വീഡിയോ കാണാം.